ചേട്ടാ ഈ പള്ളിയുടെ പ്രത്യേകത എന്താ ചേട്ടാ? ഇപ്പോഴത്തെ പ്രത്യേകത ഇതിനകത്ത് വാസ്കോ ഡി ഗാമയുടെ കല്ലറുണ്ട്. ഇവിടെ മറ്റേ വാസ്കോ ഡി ഗാമേന്റെ മൂപ്പരപ്പുണ്ടായ 2-3 പേരെ മറവ് ചെയ്ത സ്ഥലമാണ്. ഒരു 500 പഴക്കമുണ്ട്. നമ്മുടെ ഫോട്ടോസിലെ സെയിന്റ് ഫ്രാൻസിസ് ചർച്ച്, അതായത് നമ്മൾ ഈ വാസ്കോ ഡ ഗാമയുടെ പള്ളി എന്നൊക്കെ പറയുന്ന ഈ പള്ളി, ഇതാണ് കൊച്ചിയിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളി. കറക്റ്റായിട്ട് പറഞ്ഞാൽ 1503 പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യമായിട്ടൊരു പള്ളി പണിയുന്നത്. പിന്നീട് അങ്ങോട്ട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരെല്ലാം അവരവരുടെ രീതിയിൽ മാറ്റിയെടുത്താണ് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പള്ളി. പക്ഷേ പള്ളിയുടെ മെയിൻ സിഗ്നിഫിക്കൻസ് വാസ്കോ ഡ ഗാമ മരിച്ചതിന് ശേഷം ആദ്യം മറവ് ചെയ്തത് ഇവിടെയാണെന്നുള്ളതാണ്. ഈ വാസ്കോ ഡ ഗാമ എന്ന് പറയുമ്പോൾ 1498 കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻകാരനാണ് വാസ്കോ ഡ ഗാമ. നമ്മുടെ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ ആദ്യമായിട്ട് കാലുകുത്തിയൊരു കഥയില്ലേ, അത് തന്നെ. അതുകൊണ്ട് തന്നെ മച്ചാൻ ഇന്ത്യയിലും പോർച്ചുഗലിലെല്ലാം വൻ ഫേമസാണ്. എന്തായാലും 1524 കൊച്ചിയിൽ വെച്ചാണ് വാസ്കോ ഡ ഗാമ മരിക്കുന്നത്. ആൻഡ് ആ ടൈമിൽ പോർച്ചുഗീസുകാരുണ്ടാക്കിയ ഈ പള്ളി ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് പുള്ളിയുടെ ബോഡി മറവ് ചെയ്തത്. പക്ഷേ പിന്നീട് പുള്ളിയുടെ റിമെയിൻസ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു. ഇപ്പോൾ അതുള്ളത് പോർച്ചുഗലിലെ ലിസ്ബണിലാണ്. പലരുടെയും വിചാരമാണ് പള്ളിയുടെ പുറത്തുള്ള ഈ ഒരു കൽത്തൂണിൻ്റെ ഇവിടെയാണ് വാസ്കോ ഡ ഗാമ മറവ് ചെയ്തെന്നുള്ളത്. പക്ഷേ ഇതല്ല. ഇത് ശരിക്കും ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ചുപോയവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് മരിച്ചുപോയ കൊച്ചിക്കാർക്ക് വേണ്ടിയിട്ട് 1920 സ്ഥാപിച്ചതാണ്. ശരിക്കും വാസ്കോ ഡ ഗാമനെ മറവ് ചെയ്ത സ്ഥലം പള്ളിയുടെ അകത്താട്ടോ. എന്തായാലും പള്ളിയുടെ അകത്ത് കയറുമ്പോൾ അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത പഴയ ടൈപ്പ് ആർക്കിടെക്ചറും മരം കൊണ്ടുള്ള മേൽക്കൂരയും പിന്നെ കല്ല് വാങ്ങിയ ഫ്ലോറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പണ്ട് ഫാനിന് പകരം വിഷറിയായിട്ടൊക്കെ യൂസ് ചെയ്ത സെറ്റപ്പൊക്കെ ഇവിടെ ഇപ്പോഴുണ്ട്. സോ ഈ പള്ളിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കണ്ട. ആൻഡ് ഇതേപോലത്തെ കൂടുതൽ ഇൻഫർമേഷണൽ വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നാണെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ആൻഡ് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.